അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ഷുഐബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ആദർശേരി അംസകുട്ടി മുസ്ലിയാർ, വേദിയിലുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ സംഘടനയുടെ നേതാക്കളെ, നല്ലവരായ പ്രവർത്തകന്മാരെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. SKSFിൻ്റെ 35-ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഗ്ലോബൽ പ്രവാസി മീറ്റിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഈ സംഗമം സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിറതിരിഞ്ഞ് ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നാം ഏവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂടി ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. SKSF എന്ന മഹത്തായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം 3.5 പതിറ്റാണ്ടുകാലമായി കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ സേവന മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം നമുക്കറിയാം, അനിവാര്യമായ സാഹചര്യത്തിൽ രൂപീകൃതമായ മഹത്തായ പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ വിദ്യാർത്ഥി യുവജന സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിം സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നാം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അനർത്ഥമാക്കാൻ ഈ കാലയളവിനെ നമുക്ക് സാധ്യമായതിലൂടെ നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും പിൻബലം നൽകുന്നവരാണ് പ്രവാസി സഹോദരങ്ങളായ നിങ്ങളൊക്കെ തന്നെ. ഇതിൻ്റെ സ്ഥാപിത കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരം രൂപീകരിക്കുന്നത് മുതൽ ഇസ്ലാമിക് സെൻറ്റർ തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും ഗൾഫ് കമ്മിറ്റിയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും സഹായം ലഭിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഈ രീതിയിൽ ഉയരാനും വളരാനും സാധിച്ചിട്ടുണ്ട്. SKSFിൻ്റെ ഓരോ വളർച്ചയിലും നിങ്ങളുടെയൊക്കെ തന്നെ ഇടപെടലുകളും സഹായങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് നല്ല എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, SKSFിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദി സെക്കൻഡ് എന്ന പദ്ധതി പാവപ്പെട്ടവരായ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി അരീക്കോട് തച്ചനയിൽ നിർമ്മിച്ച 6ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ SKSF 35-ാം വാർഷികത്തിൻ്റെ ഉപഹാരമായി സമൂഹത്തിന് സമർപ്പിച്ച സഹചാരി സെൻറ്റർ, അത് സൗദി SICയുടെ ആഭിമുഖ്യത്തിലായതിന് സഹായം ലഭിച്ചു. അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങളിൽ വാദി സെക്കൻഡിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും ഓരോ ഗൾഫ് കമ്മിറ്റിയും അത് ഏറ്റെടുത്തുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പദ്ധതിയും ഏറ്റെടുക്കുന്നതിൽ യാതൊരു മടിയുമില്ലാതെ നാം വെക്കുന്ന ഒരു പദ്ധതിയും അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നവരാണ് പ്രവാസികളായ നിങ്ങളൊക്കെ തന്നെ. നമ്മുടെ ഇന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് പടുത്തുയർത്താൻ സാധിച്ചു. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി SKSF സംസ്ഥാന കമ്മിറ്റിക്ക് സ്വന്തമായി ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു തന്നെ പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ സാധ്യമായത് പ്രവാസികളായ നിങ്ങളുടെയും അതുപോലെ നാട്ടുകാരായ ഉദാരമതികളായ സഹോദരങ്ങളുടെയും ഒക്കെ തന്നെ സഹായഹസ്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. SKSFിൻ്റെ പ്രവാസി നേതാക്കളെ, നിങ്ങൾ പ്രവർത്തകന്മാരൊക്കെ തന്നെ നിങ്ങൾ കേരളത്തിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പല ഘട്ടങ്ങളായി ജില്ലാതലങ്ങളിലും മേഖലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളൊക്കെ തന്നെ നേതൃത്വം വഹിച്ചവരാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത്
ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിങ്ങൾ നൽകുന്ന ആ സഹകരണത്തിൻ്റെ കാര്യങ്ങളിലുള്ള ആ ബന്ധങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബന്ധം എന്നും നിലനിർത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 പ്രാവശ്യം ഗ്ലോബൽ മീറ്റ് നമുക്ക് സംഘടിപ്പിക്കാനും അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ വാദി സെക്കൻഡൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. UAE-ലും ബഹ്റൈനിലും ഒക്കെ സാധ്യമായി. ഇൻഷാ അല്ലാഹ് ഒമാനിൽ അടുത്ത് തന്നെ അവർ ഏറ്റെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം അവരേക്ക് അത് ഈ നിങ്ങളുടെ ആഗ്രഹം അവിടെ സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഗ്ലോബൽ മീറ്റ് കൂടി അടുത്ത് തന്നെ നമുക്ക് നടത്താൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ 35-ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാർ വന്നപ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും സഹായം നൽകിയ നിങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ആ സഹകരണമാണ് ഇന്ന് ഇത്തരം വിശാലമായ രീതിയിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ തന്നെ നമുക്ക് ധൈര്യം നൽകിയത്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് 35-ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പല പദ്ധതികളും സമൂഹത്തിന് സമർപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എഡ്യൂക്കെയർ പദ്ധതി എന്ന പേരിൽ സ്കോളർഷിപ്പ്, പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യത്തോടുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. 35-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അത് പൊതുസമ്മേളനത്തിൽ വെച്ച് അത് സമർപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ സഹചാരി റിലീഫ് സെല്ല് നിരവധി പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി ചികിത്സാ സഹായങ്ങൾ നൽകാൻ അതിലൂടെ സാധ്യമായി. അതുപോലെ തന്നെ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയുള്ള എഡ്യൂക്കെയർ പദ്ധതിയും നിങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവണം. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു അഭിലാഷമാണ് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ളത്. വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വന്തമായി ഒരു ട്രെയിനിങ് സെൻറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല ഇടങ്ങളിലായിക്കൊണ്ട് നമ്മുടെ ക്യാമ്പുകളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് വിശാലമായ രീതിയിൽ ട്രെയിനിങ് സെൻറ്റർ രൂപീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പ്രവാസികളായ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. എപ്പോഴും നിങ്ങളോട് പിരിവ് ചോദിക്കുകയല്ല, നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ അതൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിലും അതുപോലെ തന്നെ ഈ അടുത്ത ഈ 35-ാം വാർഷികത്തിന് വേണ്ടിയൊക്കെ തന്നെ ഉദാരമായി സഹകരിച്ച എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാഷണൽ തലത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന് വേണ്ടി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തം അവരുടെ വീടുകളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ അവസരമില്ലാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിക്കൊണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ എന്ന പേരിൽ പല സംസ്ഥാനങ്ങളിലും അവിടെ സെൻറ്റർ സ്ഥാപിക്കാൻ സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസം മുമ്പ് ഷാർജ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി പൂർത്തീകരിച്ച CLCയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആസാമിലെ MLA തന്നെ ഏകദേശം 1 കോടിയോളം രൂപ നമുക്ക് വേണ്ടി 4 സെൻറ്റർ രൂപീകരിക്കുന്നതിന് ഓരോ സെൻറ്ററിന് 25 ലക്ഷം എന്ന രീതിയിൽ അവിടെ നമുക്ക് വേണ്ടി നൽകുകയും അതിൻ്റെ ഒരു സെൻറ്ററിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് അടുത്തതിനെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. മറ്റൊരു സെൻറ്ററിൻ്റെ തറക്കല്ലിടൽ ക്രമം കഴിഞ്ഞ ദിവസം നിർവഹിക്കപ്പെടുകയുണ്ടായി. ഇനി 2 സെൻറ്റർ കൂടി നമുക്ക് നൽകാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിജയവും നമ്മുടെ വിശ്വാസ്യതയുമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒക്കെ തന്നെ വിജയമാണ്. അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഓരോ ഗൾഫ് രാജ്യത്തിൽ നിന്നും നിങ്ങൾ നൽകിയ ഉദാരമായ സാഹസങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അല്ലാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. എന്തുദ്ദേശത്താലാണോ നിങ്ങൾ സംഭാവന നൽകിയിട്ടുള്ളത്, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഓരോരുത്തരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളിലാണ് അള്ളാഹുവിനെ അറിയാം. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ.
അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്ത് ബർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജീവിത പ്രയാസങ്ങളൊക്കെ തന്നെ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മോട് ബന്ധപ്പെട്ട ഒരാളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ഉസ്താദുമാർ, സാദാത്യങ്ങൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാത്ത മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങളും രോഗങ്ങൾ മഹാമാരിയും പിടിപെട്ട ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം തന്നെ ഈ മഹത്തായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ, പൂർണ്ണമായ സലാം നൽകട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയത്തിലേക്ക് എത്തിത്തരുമാറാവട്ടെ. നമ്മുടെ മറിഞ്ഞു മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദുൽ കസോടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ജോലിയിലും കച്ചവടത്തിലൊക്കെ തന്നെ പലവിധ വിഷമങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ജോലിയിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാതെ സ്വദേശത്തും വിദേശത്തും കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് ആളുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അർഹമായ ജോലി ലഭിക്കാനൊക്കെ തന്നെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയത്തിലേക്ക് എത്തിരുമാറാവട്ടെ. 35-ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.